മോശമായ എനർജിയെ കൊണ്ടും നമുക്ക് തന്ന് നമ്മളുടെ നല്ലതിനെ കൊണ്ടുപോയിട്ടുള്ള കാര്യമുണ്ട്. അവിടെ നിന്ന് പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. പ്രഡിക്ഷൻ എപ്പോഴും ശരിയാവുന്ന രണ്ട് തരത്തിലാണ്. ഒന്ന് സൂക്ഷ്മത്തിൽ ശരിയാവും, ഒന്ന് സ്ഥൂലത്തിൽ ശരിയാവും. ഒരു വീട്ടിൽ ഏത് ഭാഗത്ത്, ഇനി അതിനകത്ത് ടോയ്ലറ്റ് കൊണ്ടുവന്ന് വെക്കണം, വാസ്തു ഭഗവാന്റെ മോത്താണെങ്കിലും പൂജയ്ക്ക് പ്രാധാന്യമുണ്ട്, വാസ്തുവിന് പ്രാധാന്യമുണ്ട്. എല്ലാറ്റിനും ഈ ഭൂമിയിൽ നമ്മുടെ ഗുരുക്കന്മാർ തന്നിട്ട് പോയിട്ടുള്ളതാണ്. പ്രപഞ്ചത്തെ അറിയാൻ എന്തിനാണ് പൂജ, മന്ത്രവാദം അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ? അപ്പോൾ ഗുരുജി പറഞ്ഞില്ലേ ഭക്ഷണം ഇല്ലാണ്ട് ജീവിക്കാന്ന്. അപ്പോൾ എന്തിനാ വെള്ളം കുടിക്കണേന്ന് ചോദിച്ചാൽ, മോഹൻലാൽ സിനിമയിൽ കീരിക്കാടൻ ജോസിനെ തല്ലിയില്ല. പുള്ളി ആരെ തല്ലാൻ പോയത് ഗുണ്ടയാന്ന് അറിഞ്ഞിട്ടല്ല. ഞാൻ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഇത്രയും ദുർശക്തി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഇറങ്ങിയതല്ല. പ്രപഞ്ചത്തെ അറിയുന്നത് അസ്പേ ഗുരുജിയെ പ്രപഞ്ചം തന്നെ പരീക്ഷിക്കുന്നതാണോ? എൻ്റെ അപകടം ഉണ്ടായതാണെന്ന് ആർക്ക് കണ്ടിട്ട് പോലും മനസ്സിലാവണില്ല. ഞാൻ സുഖമായിട്ടിരുന്നു ക്ലാസ്സിൽ. ഈ ഇൻഷുറൻസ് കമ്പനി ചെയ്യുന്ന ഒരു ചതിയുണ്ട്. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്ന നമ്മൾ മണ്ടന്മാരാണ്. രണ്ടാമത്തെ ആക്സിഡൻറ്റ് ഒരാളെ ജീവൻ രക്ഷിക്കാനാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബസ് നിർത്തി വെക്കണം, ആ ബസ്സിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരാൾ ഭും എന്ന് റോഡിങ് വരും. ഈ സാധനം ഇനി പുറത്താരും ഉപയോഗിക്കാൻ പാടില്ല, ഇതാണ് ശരിയായ നിയമം. പക്ഷേ ഈ വണ്ടി പുറത്ത് ഇനി ഇറങ്ങും. ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണ് എൻ്റെ സൂക്ഷ്മ ശരീരം ആക്ടിവേറ്റ് ചെയ്തു വന്നത്, അല്ലേ? അതെ. മെഡിറ്റേഷൻ ചെയ്യാത്ത ആളുടെയോ സൂക്ഷ്മ ശരീരം ആക്ടിവേറ്റ് ചെയ്യില്ല. അതുപോലെ നാഭി വച്ച് കഴിഞ്ഞാൽ മാസങ്ങൾ കൊണ്ട് അത് ഒരു ഗർഭാവസ്ഥ പോലെയാണ്. നമ്മളവിടെ ഒരു എന്താ പറയുക, എനർജി ആവാഹനം, അല്ലെങ്കിൽ നമ്മൾ പറയും പ്രതിഷ്ഠ, അല്ലെങ്കിൽ എന്താ പറയുക പ്രാണപ്രതിഷ്ഠ, അങ്ങനെയൊക്കെ പറയണല്ലേ. ഇതൊരു സങ്കല്പമാണെങ്കിലും ഇതിലൊരു സത്യമുണ്ട്. അപ്പോൾ ഇതാണ് നാഭി, ഇതാണ് അതിനുള്ള ഇടം. അപ്പോൾ അത് ഒരിക്കലും ഉറച്ചു പോരും, സിമെൻ്റ് ഇട്ട് പിടിപ്പിക്കേണ്ട സാധനമല്ല അത്. വീട് പണിയൊക്കെ കഴിയുമ്പോഴേക്കും ഈ ഇരിക്കുന്ന നാഭി ദ്രവിച്ച് അമ്മയുടെ പൊക്കൽ കൂടിയും നമ്മൾ വിട്ടു വരുമ്പോൾ എങ്ങനെയാണോ നമ്മുടെ നാഭി ഇരിക്കുന്നത് അതുപോലൊരു കുഴിഞ്ഞ ഭാഗമായിട്ട് അത് മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട അവിടെ ചില രീതികളുണ്ട്, അതൊക്കെ അങ്ങനെ തന്നെ വേണം. അപ്പോഴേ ഭൂമിയിൽ നമ്മുടെ വാസ്തു അനുസരിച്ചുള്ള എനർജി അതുപോലെ വന്ന് വീട്ടിൽ മുഴുവൻ സ്പ്രെഡ് ആവണം. ഇതെനിക്ക് വേണ്ടിയിട്ടല്ല, അത് നമ്മുടെ അവിടെ വരുന്ന അനേക ടൈപ്പിലുള്ള ആളുകൾ വരും. ഇന്നല്ലെങ്കിൽ നാളെ ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ വരും. അപ്പോൾ ഇവർ പല ടൈപ്പിലുള്ള ആളുകളായിരിക്കും. ഇവരുടെ ഈ എന്താ പറയുക, മോശമായ എനർജിയെ കൊണ്ടും നമുക്ക് തന്ന് നമ്മളുടെ നല്ലതിനെ കൊണ്ടുപോയിട്ടുള്ള കാര്യമുണ്ട്. അവിടെ നിന്ന് പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു രീതിയിൽ അവിടെ നിന്ന് ലോക നന്മയ്ക്ക് വേണ്ടി സൃഷ്ടിക്കുന്ന ആശ്രമമാണിത്, എൻ്റെ നന്മയ്ക്കല്ല. ഇപ്പോൾ ലോകം മുഴുവൻ തമ്മിത്തല്ലും വഴക്കുമല്ലേ? എത്രയോ കാലം മുമ്പോട്ട് നമ്മൾ പറയുന്ന ദേശം എന്താണോ പറയുന്നത് അങ്ങനെ തന്നെയല്ല നടക്കുന്നത്. ഇതൊക്കെ ഓഫ് ദ സ്ക്രീൻ നമ്മൾ സംസാരിക്കാറുണ്ട്. ഓൺ ദ സ്ക്രീൻ പറയാത്തതിന് കാരണം എനിക്ക് ഇത്തരം പ്രഡിക്ഷനും ഇത്തരം കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമില്ല എന്നിട്ടാണ്. കാരണം പ്രഡിക്ഷൻ എപ്പോഴും ശരിയാവുന്ന രണ്ട് തരത്തിലാണ്. ഒന്ന് സൂക്ഷ്മത്തിൽ ശരിയാവും, ഒന്ന് സ്ഥൂലത്തിൽ ശരിയാവും. സ്ഥൂലത്തിലുള്ള ശരി മാത്രമേ ജനങ്ങൾ കാണുള്ളൂ. സൂക്ഷ്മത്തിൽ ശരി ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അവരിതിനെ പുച്ഛിച്ച് തള്ളുകയുള്ളൂ. അപ്പോൾ നാഭി നിർണയിച്ച് അതിൻ്റെ ബാക്കി ചുറ്റളവും കണക്കെല്ലാം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഏത് ഭാഗത്ത്, ഇനി അതിനകത്ത് ടോയ്ലറ്റ് കൊണ്ടുവന്ന് വെക്കണം, വാസ്തു ഭഗവാന്റെ മോത്താണെങ്കിലോ, നെഞ്ചത്ത് കൊണ്ടുപോയി കോണി വെച്ചാലോ, ഇതെല്ലാം നിശ്ചയിക്കുന്നതിന് ഓരോ രീതിയുണ്ട്. അതിന് കഴിവുള്ള ആളുകളെ കൊണ്ട് അത്തരം പ്രവർത്തികൾ ചെയ്യിപ്പിക്കണം. അപ്പോൾ പൂജയ്ക്ക് പ്രാധാന്യമുണ്ട്, വാസ്തുവിന് പ്രാധാന്യമുണ്ട്. എല്ലാറ്റിനും ഈ ഭൂമിയിൽ നമ്മുടെ ഗുരുക്കന്മാർ തന്നിട്ട് പോയിട്ടുള്ളതാണ്. പക്ഷേ ഇതിനെ ഒന്നും അറിയാൻ, അതായത് പ്രപഞ്ചശക്തി അറിയാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ് തസ്മൈ എന്ന് പറയുന്ന ഒരാൾ. ഇങ്ങനെ ഘടകവിരുദ്ധമായിട്ട് പറയരുത്. പ്രപഞ്ചശക്തിയെ അറിയാൻ വേണ്ടി നമ്മൾ ധ്യാന മാർഗത്തിലൂടെ സഞ്ചരിക്കണം. അപ്പം മാത്രമേ നമുക്ക് പ്രപഞ്ചശക്തിയെ തിരിച്ചറിയുള്ളൂ. ആളുകൾ പെട്ടെന്ന് കേൾക്കുന്നവരുമായിരിക്കും ഞാൻ എല്ലാം തലയിരിച്ചു പറയാമെന്നല്ല. ഞാൻ പണ്ട് പറഞ്ഞത് തന്നെ എപ്പോഴും പറയണത്. നോക്ക്, നമ്മൾ പ്രപഞ്ചത്തെ അറിയാൻ എന്തിനാണ് പൂജ, മന്ത്രവാദം അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ? പ്രപഞ്ചത്തെ അറിയാൻ എന്തിനാണ് ഇതിൻ്റെ എല്ലാം ആവശ്യം? 100% സത്യമാണ്. പ്രപഞ്ചത്തെ അറിയാൻ ഇതിനൊന്നും ആവശ്യമില്ല. പക്ഷെ പ്രപഞ്ചത്തിൽ നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ ഭക്ഷണം കഴിക്കാതെ ധ്യാനത്തിലിരിക്കുകയാണ്. അപ്പം ഞാൻ പറയും എനിക്ക് ഭക്ഷണം വേണ്ട, ജലപാനം വേണ്ടാന്ന്. ഞാൻ എവിടെ ധ്യാനത്തിലിരിക്കുകയാണ്. ഞാൻ ഇറങ്ങി ഭൂമിയിൽ ഭൗതിക ലോകത്ത് പ്രവൃത്തി ചെയ്യുമ്പോൾ എനിക്ക് ജലം വേണം. അപ്പോൾ ഗുരുജി പറഞ്ഞില്ലേ ഭക്ഷണം ഇല്ലാണ്ട് ജീവിക്കാമെന്ന്. അപ്പോൾ എന്തിനാ വെള്ളം കുടിക്കണേന്ന് ചോദിച്ചാലോ, ഞാൻ ധ്യാനത്തിലിരിക്കുമ്പോൾ എന്നെ വാസ്തു ബാധിക്കില്ല, ധ്യാനത്തിലിരിക്കുമ്പോൾ ജ്യോതിഷ്യം ബാധിക്കില്ല, ധ്യാനത്തിലിരിക്കുമ്പോൾ എനിക്ക് ഒന്നും വേണ്ട, ഞാനും എൻ്റെ ധർമ്മപത്നിയും എൻ്റെ കുടുംബവും മാത്രമേ ഉള്ളൂ എന്നുകൊണ്ട് എന്നെ ഒന്നും ബാധിക്കില്ല. പക്ഷെ ഞാൻ തേനീച്ചക്കൂട്ടിലാണ് കൈയിടുന്നത്, അവിടെ ഇട്ടാണ് കളി മുഴുവൻ നടത്തുന്നത്. എൻ്റെ ചുറ്റുമുറ ഇരിക്കുന്ന ആളുകൾ ഏതെല്ലാം ടൈപ്പിലുള്ള ആളുകളാണ് എന്നെന്നറിയും. നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഒരാൾക്ക് ഞാൻ ഈ ഇരിക്കുന്ന തലത്തിലിരുന്നിട്ട് ആളുകൾക്ക് വേണ്ടി ഇതേപോലെ ചെയ്യാൻ പറ്റില്ല. ചെയ്തത് റെഡിയാണ്, മുതുകിന് അടി കിട്ടും. എനിക്ക് മുതുകിനൊന്നും അടി കിട്ടിയില്ല. ആ വണ്ടി പോയിട്ട് എനിക്കൊരു സങ്കടമില്ല. സംഭവിക്കാനുള്ള സംഭവിച്ചു. ഞാൻ അതിനെപ്പറ്റി തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്നെ
നിപ്പോണിൽ നിന്ന് പല പ്രാവശ്യം വിളിച്ചു. ഒരു പ്രാവശ്യം ഞാൻ പോയി പേപ്പറൊക്കെ ഒന്ന് ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി. അവരെന്ത് ചെയ്യണോ എങ്ങോട്ട് പോകണോ അതൊക്കെ അവർ നോക്കിക്കോട്ടെ. ഗുരുജിയുടെ ശക്തി കൊണ്ട് അല്ലെങ്കിൽ സ്പിരിച്വൽ എനർജി കൊണ്ട് ഇതിനെയൊക്കെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞൂടെ? ഒരിക്കലും പറ്റില്ല. നമ്മൾ ഇടപെടുന്ന ആരുമായിട്ടാണ്. ഞാൻ ഇന്നില്ലേ മോഹൻലാൽ സിനിമയിൽ കീരിക്കാടൻ ജോസിനെ തല്ലിയില്ലേ, പുള്ളി ആരെ തല്ലാൻ പോയത്? ഗുണ്ടയാന്ന് അറിഞ്ഞിട്ടല്ല അല്ലേ? ഞാൻ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഇത്രയും ദുർശക്തി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഇറങ്ങിയതല്ല, ഇറങ്ങിപ്പോയി. ഇനി എനിക്ക് പിന്നോട്ടേക്ക് മാറാൻ പറ്റില്ല. കാരണം ഞാൻ പിന്നോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ ഗുണ്ട പിന്നോട്ട് വലിയണ പോലെ തന്നെയാണ്. ഇനി എൻ്റെ സാധനയും എൻ്റെ നിഷ്ഠയുമായിട്ട് എനിക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകാനേ പറ്റുള്ളൂ. ഞാനിനി പിന്നോട്ട് വലിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ദുർബോധങ്ങൾ മുഴുവൻ കാത്തിരിക്കുക. ഞാനതിനൊന്നും ഇനി ചിന്തിക്കാനില്ല. എൻ്റെ കൂടെ ഇരിക്കുന്ന സദ്ഗുണ ഗുരുക്കന്മാരും അതേപോലെയുള്ള ദേവീദേവന്മാരും ഒക്കെ ഉണ്ട്. അവരൊക്കെ എന്നെ നന്നായിട്ട് സംരക്ഷിക്കുന്ന എനിക്കൊരു സംശയമില്ല. കാരണം ഈ ഗുരുദേവനൊന്നും ഒരു ശക്തിയില്ലാത്തതൊന്നും അല്ലല്ലോ. പ്രപഞ്ചത്തെ അറിയുന്നത് അസ്ഫൈ ഗുരുജിയെ പ്രപഞ്ചം തന്നെ പരീക്ഷിക്കുന്നതാണോ? അത് പരീക്ഷിക്കണമെന്ന് ഇതൊന്നും പരീക്ഷണമല്ല. അത് 100% എനിക്ക് ഉറപ്പ്. ഇത് പരീക്ഷണമേ അല്ല. എനിക്ക് ചെയ്യേണ്ട പ്രപഞ്ചശക്തികൾ തന്നെയല്ലേ? 100%. പക്ഷേ ഞാൻ ചെയ്യേണ്ടാത്ത കാര്യമാണ് ഇപ്പോൾ ചെയ്യണത്. എനിക്ക് ഒരാൾക്ക് വേണ്ടതെന്നാ ബ്രഹ്മജ്ഞാനം നേടുക, അതിനുശേഷം മോക്ഷം, അതായത് സമാധിയായി പോവുക. അത്രേ ഉള്ളൂ. ഒരാൾക്കും ഭാര്യയെ സംരക്ഷിക്കണം, മക്കളെ സംരക്ഷിക്കണം എന്നൊരു ഡ്യൂട്ടി ഈ പ്രപഞ്ചത്തിലില്ല. അത് നമ്മൾ ഉണ്ടാക്കിയേക്കണതാണ്. നമ്മൾ മറ്റു മൃഗങ്ങളെയും മറ്റു ജീവജാലങ്ങളെയും നോക്ക്. അവരാരെങ്കിലും ആർക്കെങ്കിലും വീട്ടിൽ പണിയെടുത്ത് കാശ് കൊണ്ട് കൊടുക്കുകയോ വല്ല ലൈസൻസ് എടുക്കുകയോ അല്ലെങ്കിൽ ഇതിനും വല്ലതും പോകണ്ട, ഒന്നിനും പോകണില്ല. നമ്മൾക്ക് മനുഷ്യർക്ക് മാത്രമുള്ളൊരു രീതിയാണ് ഈ ചട്ടക്കൂട്. അപ്പോൾ ഞാൻ ബ്രഹ്മജ്ഞാനം കിട്ടി എൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് പോകുന്ന പറയുന്ന ആളുകൾ മുഴുവൻ ഇതിനേക്കാൾ മോശമായിട്ട് പറയൂലേ. ഞാൻ സമൂഹത്തിൽ ഒരു മാതൃക കാണിച്ചു കൊടുക്കുക ചെയ്യേണ്ടത്. അപ്പം ഞാൻ എൻ്റെ കുടുംബത്തെയും എൻ്റെ കൂടെ മെഡിറ്റേഷൻ ചെയ്യാൻ വരുന്നവരുടെ കുടുംബത്തെയും എല്ലാറ്റിനെയും ചേർത്ത് പിടിച്ചു പോകുന്ന ഒരു വ്യത്യസ്തമായ രീതിയിൽ ലോകത്തിന് നേർക്കാഴ്ച കാണിച്ചു കൊടുക്കുന്ന ഒരു ഗുരുവായിട്ട് നിലനിൽക്കുക. അപ്പോൾ എനിക്ക് അടി കിട്ടാണ്ടിരിക്കുമോ? പക്ഷേ ഈ സ്പിരിച്വൽ ഹീലേഴ്സ് ഒക്കെ പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഇത്തരത്തിലുള്ള അറ്റാക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നതോ? 100% സത്യം. നമുക്ക് കഴിയും. ഞാൻ അതിനു പോലും ശ്രമിക്കണില്ല രാഹുലെ. അതെന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വളരെ നിസ്വാർത്ഥനാണ് എപ്പോഴും. എനിക്ക് സ്വാർത്ഥഭാവം എന്ന് പറഞ്ഞ സാധനം ഇല്ല. എനിക്കെന്ത് സംഭവിക്കും എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ഇറങ്ങുന്നതിന് മുമ്പ് ഞാനായിരുന്നു ആദ്യം ഇറങ്ങേണ്ടത് അല്ലേ? ഞാൻ പറഞ്ഞ എന്താ, എല്ലാവരും വീട്ടിൽ 24 മണിക്കൂർ മുമ്പ് എത്തിച്ചേരണം. കയ്യിൽ കെട്ടിയിരിക്കുന്ന സാധനത്തെ അഴിച്ച് കത്തിച്ച് കളയണം. ഒരാൾക്ക് പോലും ഒരു പോറൽ സംഭവിച്ചില്ല, ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. എല്ലാവരും ക്ലാസ്സിൽ. പിറ്റേ ദിവസം എൻ്റെ ക്ലാസ്സും മുടങ്ങിയില്ല കേട്ടോ. ഇത്രയും വലിയ ആക്സിഡൻ്റ് ഉണ്ടായിട്ടും പിറ്റേ ദിവസം ഞാൻ ക്ലാസ് എടുത്തില്ലായിരുന്നു. പിറ്റേ ദിവസവും ഞാൻ ക്ലാസ് എടുത്തു. ആ ക്ലാസ്സിൽ എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര ചോദിച്ചു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ നടന്ന പ്രോഗ്രാമത്തെ പറ്റി എല്ലാത്തിനെ പറ്റിയും പറയാം. എൻ്റെ അപകടം ഉണ്ടായതാണെന്ന് ആർക്ക് കണ്ടിട്ട് പോലും മനസ്സിലാവണില്ല. ഞാൻ സുഖമായിട്ടിരുന്ന് ക്ലാസ് എടുത്തു. ഇതിൽ കൂടുതൽ എന്ത് ഭാഗ്യം വേണ്ടേ രാവിലെ? ഒരു ഭൗതിക വസ്തു ഇതിൽ താല്പര്യമുള്ളതാണെങ്കിലേ ഭൗതിക വസ്തുവിലെ വാഹനം ടോട്ടൽ ലോസ് ആയി പോയി എന്ന് പറയുന്ന കാര്യമുള്ളൂ. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കണ പോലുമില്ല, ഒരു വിഷമവുമില്ല. അത് മാത്രമല്ല, ആ വണ്ടിക്ക് എല്ലാവരും വിചാരിക്കും ഗുരുജിക്ക് ഇൻഷുറൻസിന് പൈസ കിട്ടും. അതും കിട്ടിയില്ല. ഇൻഷുറൻസുകാർ പറ്റിച്ചു. കാരണം വണ്ടിക്ക് 7 വർഷം വരെ റിട്ടേൺ ടു ഇൻവോയ്സ് എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട്. വണ്ടി അപകടം ഉണ്ടായി കഴിഞ്ഞാൽ എക്സ്ഷോറൂം പ്രൈസും അല്ലെങ്കിൽ ആ വണ്ടി ഒരു പുതിയ വണ്ടി നമുക്ക് തിരിച്ചു കിട്ടും. അതാണ് ടൊയോട്ടയുടെ രീതി. പക്ഷേ എൻ്റെ ഇൻഷുറൻസിൽ ഈ വർഷം ആ സാധനം ആഡ് ചെയ്തിട്ടില്ല. റോഡ് സൈഡ് അസിസ്റ്റൻസ്, കീലോസ്, മണ്ണാങ്കട്ട, അത് ഇത് മറ്റത് മറിച്ചൊക്കെ അവർ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇതവർ ചെയ്തിട്ടില്ല. ഇതിൽ നിന്ന് എനിക്ക് വലിയൊരു രഹസ്യം മനസ്സിലായി. ഞാൻ അതിൻ്റെ ഡോക്യുമെൻ്റ് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അത് നിങ്ങളെപ്പോലുള്ള സകല ജനങ്ങൾക്കും ഗുണമുണ്ടാവും. അപ്പോൾ എൻ്റെ ഡോക്യുമെൻ്റാണ് ഈ ഇൻഷുറൻസ് കമ്പനി ചെയ്യുന്ന ഒരു ചതിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടിക്ക് വാല്യുവേഷൻ അവരിടുകയാണ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ എൻ്റെ 7 വർഷം പഴക്കമുള്ള ആ ക്രിസ്റ്റയുടെ വില നോക്കിക്കഴിഞ്ഞാൽ ആ വണ്ടിയുടെ വില എന്ന് പറയുന്നത് 22-23 ലക്ഷം രൂപ വിലയുണ്ട്. ഞാൻ പറയണതല്ല. ഞാൻ വണ്ടി ആക്സിഡൻ്റ് ആയി കഴിഞ്ഞപ്പോൾ ടൊയോട്ടയിൽ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു 2019 മോഡൽ ഡിസംബർ അല്ലെങ്കിൽ 2018 ഒരു വണ്ടി വേണമെന്ന്. അപ്പോൾ അവർ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. വണ്ടി നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്, കുറച്ച് ഓടിയ ഇതേ കിലോമീറ്റർ തന്നെ. വണ്ടിയുടെ വില 23 ലക്ഷത്തി സംതിങ് എമൗണ്ട്. ഇൻഷുറൻസ് എത്രയാണെന്ന് ചോദിച്ചു. 11 ലക്ഷം രൂപയുടെ IDV തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് പോരാ, എനിക്ക് 22 ലക്ഷം രൂപയുടെ IDV വേണമെന്ന് പറഞ്ഞു. തരാൻ പറ്റില്ല, വാല്യുവേഷൻ അത്ര ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ വണ്ടിക്ക് വില അത്ര ഇല്ലല്ലോ.
ഇത്രയും വിലയുള്ള വണ്ടിക്ക് ഡെഫിനറ്റ്ലി അത്രയും വാല്യുവേഷൻ ഇല്ലേ വണ്ടിക്ക്. ഞാൻ ഓൺലൈൻ വഴിയാണ് നിങ്ങൾക്ക് പൈസ തന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് മുഴുവൻ IDV ഇട്ടുകൂടാ? അങ്ങനെ നെഗോസിയേഷൻ സംസാരിച്ച് ഒരു 16 ലക്ഷം രൂപ ഒരു IDV തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ ക്ലിയറായ ഡോക്യുമെൻ്റായി. ഈ ബാക്കിയത്തെ എക്സിസ്റ്റിംഗ് എമൗണ്ട് എത്രയുണ്ടോ ഒരു 10-20% അവർ കുറച്ചു എന്ന് തന്നെ വിചാരിച്ചോ. വണ്ടി പിറ്റേ ദിവസം എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ വണ്ടിക്ക് എത്ര രൂപ എമൗണ്ട് കിട്ടും? 16 ലക്ഷം രൂപയെ കിട്ടുള്ളൂ. ഓൺ ദ സ്പോട്ടിൽ എൻ്റെ നഷ്ടം എത്രയാണ്? അപ്പോൾ ഈ വണ്ടിയുടെ വാല്യുവേഷൻ നിശ്ചയിക്കണം ആരാ? ഇത് ഇൻഷുറൻസ് കമ്പനിയുടെയും ഒരു വലിയ ബിസിനസ്സാണ്. അവർ തമ്മിലുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. എങ്ങനെ? വണ്ടി ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ വണ്ടിക്ക് ഇപ്പോൾ IDV ഇട്ടേക്കുന്നത് 8.25 ലക്ഷം രൂപ, അത്രേ എനിക്ക് കിട്ടുള്ളൂ. ബാക്കിയത്തെ കാശ് മുഴുവൻ പോകും. ഈ വണ്ടി പുറത്ത് ലേലത്തിന് എത്ര പോകും? 2.8 ക്രിസ്റ്റയാണ് വണ്ടി, ഓട്ടോമാറ്റിക്. ആ മോഡൽ വണ്ടി ആ കണ്ടീഷനിൽ ടോട്ടൽ ലോസ് വണ്ടി ലേലത്തിൽ പോയാലും ഒരു 14-15 ലക്ഷം രൂപ കിട്ടും. ഈ എക്സ്ട്രാ പൈസ അവർ എന്ത് ചെയ്യും? ദാനം കൊടുക്കും. ഇൻഷുറൻസ് കമ്പനിയും മറ്റേ വണ്ടിയുടെ കമ്പനിയും ഷോറൂംകാരും കൂടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അവരങ്ങ് വീതിച്ചെടുക്കും. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്ന നമ്മൾ മണ്ടന്മാരാണ്. എങ്ങനെയൊക്കെ ആയാലും പൈസ അവർക്ക് തന്നെയാണ് ലാഭം. ഈ ഡാറ്റ മുഴുവൻ ഞാൻ കളക്ട് ചെയ്തില്ലേ, ഇനി ഞാനിത് PM എഴുതും. എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല. നരേന്ദ്രമോദിക്ക് പരാതി ഡെഫിനറ്റ്ലി ഞാൻ പരാതിയല്ല. പിന്നെ ഒംബുഡ്സ്മാൻ എന്ന് പറഞ്ഞ സാധനമുണ്ട് ഇൻഷുറൻസിൻ്റെ, അവരെ ഞാൻ സമീപിക്കും. എനിക്ക് എന്നും ഫൈറ്റ് തന്നെയല്ലേ പരിപാടി. ഈ സമൂഹത്തിൽ നടക്കുന്ന ഓരോ അനീതിക്കും നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ല, ഒന്നാമത്തെ ആക്സിഡന്റ് അത്തരത്തിലാണ് എന്ന് കരുതാം. പക്ഷേ രണ്ടാമത്തെ ആക്സിഡന്റ് എങ്ങനെ സംഭവിക്കും? രണ്ടാമത്തെ ആക്സിഡന്റ് ഒരാളെ ജീവൻ രക്ഷിക്കാൻ അവൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബസ് നിർത്തിയേക്കണം, ആ ബസ്സിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരാൾ ഭും എന്ന് പറഞ്ഞ് ഓടിഞ്ഞു വരികയാണ്. നമ്മൾ കാണുന്നില്ല, ഒന്നുമില്ല. അതിന് മുമ്പ് പോയ വണ്ടിക്കാരൻ പെട്ടെന്ന് ചവിട്ടി ചെയ്യാൻ നിർത്തുക. അതും ഇത്തരത്തിലൊരു ഒന്നുമില്ല, യാതൊന്നുമില്ല. ഞാൻ ഓടിച്ചത് ഞാനല്ല. ഞാൻ വണ്ടിയിൽ ഇരുന്ന് എന്തോ നോക്കിക്കൊണ്ടിരിക്കുക. ആ ശബ്ദം മാത്രമേ ഞാൻ കേട്ടുള്ളൂ. അപകടം ഉണ്ടായപ്പോൾ ശബ്ദം മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. വണ്ടി പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് മനസ്സിലായത് ആ വണ്ടിയുടെ ഇതിൻ്റെ ബാക്കിൽ ഒക്കെപ്പാടെ ഒന്ന് ചടപടയെന്ന് കുത്തിയിരിക്കും. അപ്പം നമുക്ക് പരിണിത ഫലം കിട്ടും, ഉറപ്പാണ്. അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചോ, വെള്ള വസ്ത്രത്തിലെ അഴുക്കുണ്ടാവുള്ളൂ, അല്ലേ? ശുദ്ധമായി നടക്കുന്നവനെ ബുദ്ധിമുട്ടുള്ളൂ. ഇതിലെല്ലാം നടക്കുന്ന തെമ്മാടിക്കൂട്ടങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല. അവരൊന്നും ഇതിനെപ്പറ്റി ബോധർ ചെയ്യണില്ല. അവർക്ക് കർമ്മഫലം മരണശേഷമാണ്. ഞാനിവിടെ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ അതിനു വേണ്ടിയിട്ട് പ്രവൃത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ശത്രുക്കൾ ചിലപ്പോൾ കാണൂലേ, ഇല്ലേ? ഞാൻ മൈൻഡ് ചെയ്യാണ്ട് പോവാണ്. അപ്പോൾ അതുപോലെ തന്നെ സൂക്ഷ്മ ലോകത്തും ഈ പറയുന്ന ദുർഭൂതങ്ങളായിട്ടുള്ളവർ നമുക്കെതിരെ കൂട്ടുകൂടുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കണില്ല. സത്ശക്തികളുടെ പവർ അത്രമാത്രം ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കണില്ല, വിഷമിക്കണില്ല. ഇനിയും എന്തെങ്കിലും നാളെ സംഭവിക്കുമെന്ന് ഞാൻ ചിന്തിക്കണമില്ല. വരുന്നതെല്ലാം നല്ലതിന്, വന്നുകൊണ്ടിരിക്കുന്നതും നല്ലതിന്, വരാൻ പോകുന്നതും നല്ലതിന്. സംഭവിച്ചതെല്ലാം നല്ലതിനായിട്ട് ഞാൻ കാണുന്നുള്ളൂ. എനിക്കതിൽ നിന്ന് എൻ്റെ പേഴ്സണൽ നഷ്ടമല്ല ഞാൻ കാണുന്നത്. ഈ സമൂഹത്തിൽ നടക്കുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ വലിയൊരു ചതി. ഇനി വേറൊരു കാര്യം കൂടി പറയാം. ഈ വണ്ടി ടോട്ടൽ ലോസ് ആയി ഓൾറെഡി. ഞാൻ അതിൻ്റെ RC ക്യാൻസൽ ചെയ്ത് എൻ്റെ ടാക്സ് ഞാൻ തിരിച്ചു മേടിക്കും. ആ വണ്ടിയുടെ RC ബുക്ക് നിയമപ്രകാരം ഇനി ആ വണ്ടി ആർക്കും ഉപയോഗിക്കാൻ പാടില്ല. അത് ടോട്ടൽ ലോസ് ആയില്ലേ? ഈ സാധനം ഇനി പുറത്താരും ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് ശരിയായ നിയമം. പക്ഷേ ഈ വണ്ടി പുറത്ത് ഇനി ഇറങ്ങും. വേറെ RC ബുക്കിൽ വേറെ നമ്പർ, വേറെ ചേസിസ്, വേറെ എൻജിൻ നമ്പറൊക്കെ ഒത്തി വണ്ടി വീണ്ടും റോട്ടിലിറങ്ങും. ഇതിനെ പറ്റിയിട്ട് മുഴുവൻ ഐഡിയയും ഈ ആക്സിഡൻ്റ് കൊണ്ടല്ലേ ഞാൻ പഠിച്ചത്, അല്ലെങ്കിൽ ഞാൻ പഠിക്കായിരുന്നോ? ഇത് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് സമൂഹത്തിൽ എന്തോരം ഗുണം ചെയ്യുന്നറിയും. ഒരു സാധാരണ വ്യക്തി പറയണ പോലെയല്ല. ഞാനൊരു ഗുരുസ്ഥാനത്തിരിക്കുന്ന ആളാണ്. എനിക്ക് ഇത്രയും രഹസ്യം മനസ്സിലായപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് റോട്ടിലിറങ്ങി തമ്മിത്തലിന് പോവല്ല, സമരം ചെയ്യാൻ പോവല്ല. ഞാനിതെല്ലാം PM അവതരിപ്പിക്കും, ഡീറ്റെയിൽ ഡോക്യുമെൻ്റ് വെച്ചിട്ട്.